وحبيبنا محمد صلى الله عليه وسلم إلى حضرة قطب الأقطاب الغوث الأعظم الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز، إلى حضرة مشايخنا سلسلة القادرية، خاصة إلى حضرة شيخنا وغوثنا وسندنا وملاذنا الشيخ محمد القادري الجيلي جاديري قدس الله أسرارهم. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين، آمين. يا أهل بدر كلكم كونوا لنا شفعاء في تحصيلنا مأمولنا، عند الإله الحكم المرجو لنا، شفعهم الدارين فينا ربنا، أجل بفتحهم منك يا رحماننا. يا أهل بدر كلكم كونوا لنا شفعاء في تحصيلنا مأمولنا، عند الإله الحكم المرجو لنا، شفعهم الدارين فينا ربنا، عجل بفتحهم منك يا رحماننا. يا أهل بدر كلكم كونوا لنا شفعاء في تحصيلنا مأمولنا، عند الإله الحكم المرجو لنا، شفعهم الدارين فينا ربنا، عجل بفتحهم منك يا رحماننا. صلى الله على محمد صلى الله عليه وسلم. പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരായ അസ്ഹാബുൽ ബദർ, റമളാൻ 17 ബദരീങ്ങളുടെ ആണ്ട് ദിവസമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അസ്ഹാബ് ബദർ റളിയല്ലാഹു അൻഹും, ബദറിൽ പങ്കെടുത്ത 313 വരുന്ന സഹാബികൾ, ഈ സഹാബികൾക്ക് ഇത്രമേൽ മഹത്വം ലഭിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത്. വിശുദ്ധമായ റമളാൻ മാസത്തിൽ പകൽ സമയത്ത് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് മൂർച്ചയേറിയ വാളുകൾക്ക് മീതെ തലവെച്ചു കൊടുത്ത ആളുകളാണ് മഹാന്മാരായ സഹാബാക്കൾ. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണവർ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം അതാണ് അഷ്റഫു സമാൻ, കാലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാലം.
അതുപോലെ മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം റമളാൻ മാസമാണ്. ഇങ്ങനെ എല്ലാ മുഹൂർത്തങ്ങളും ഒത്തുചേർന്ന ഒരു സമയത്ത് രണ്ട് തരത്തിലുള്ള ജിഹാദും ഒത്തുചേർന്നുകൊണ്ട് ചെയ്ത ത്യാഗവര്യരായ ആളുകളാണ് മഹാന്മാരായ സഹാബാക്കൾ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ജിഹാദും ബദറുൻ നഫ്സി അസ്അബു മിൻ ബദരി സൈഫി എന്ന് പൊതുവിൽ മഹാന്മാര് പറയാറുണ്ട്. ശരീരത്തോട് ചെയ്യുന്ന ജിഹാദാണ് വാളുകൊണ്ട് ചെയ്യുന്ന ജിഹാദിനേക്കാൾ, യുദ്ധത്തേക്കാൾ കഠിനമായത് എന്ന് ആലോചിക്കുമ്പോഴും സ്വന്തം ശരീരത്തോട് ഒരേ സമയത്ത് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ജിഹാദിലായിരിക്കെ ആയിരുന്നു മഹാന്മാരായ സ്വഹാബുക്കൾ വാളുകൊണ്ട് യുദ്ധം ചെയ്തത്. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ പങ്കെടുത്ത ആദ്യത്തെ യുദ്ധമാണ്. മദീന മുനവ്വറയിലേക്ക് പോയതിനു ശേഷം ആദ്യമായി നടക്കുന്ന യുദ്ധം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആദ്യത്തെ യുദ്ധം. അവരോടൊപ്പം ഒത്തുചേർന്ന സഹാബാക്കൾ, ആ സഹാബാക്കൾ ഈ മുഹൂർത്തങ്ങളൊക്കെ പറഞ്ഞ മുഹൂർത്തങ്ങളൊക്കെ ഒത്തുചേർന്ന ഒരു സമയത്ത് നിരായുധരായിക്കൊണ്ട് ചെയ്ത യുദ്ധം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് നസറക്കുമുല്ലാഹു ബിബദ്രിൻ വ അൻതും അദില്ല. അല്ലാഹു ബദറിൽ വെച്ച് നിങ്ങളെ സഹായിച്ചു. വ അൻതും അദില്ല, നിങ്ങൾ വളരെ ശുഷ്കിച്ചവരായിരുന്നു. എല്ലാ നിലക്കും താഴ്ന്ന നിലവാരത്തിൽ, സാമ്പത്തികമായും അതുപോലെ ശാരീരികമായും ബൗദ്ധിക വിഭവങ്ങളെ കൊണ്ടും ഭൗതികമായ സാമഗ്രികളെ കൊണ്ടും നോക്കുകയാണെങ്കിൽ ശത്രുവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾ താഴ്ന്ന നിലവാരത്തിലാണ്. ആ ഒരു അവസരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സഹായം സഹാബാക്കൾക്ക് ചെയ്യുന്നത്. അവര് ആത്മീയമായി എല്ലാ നിലക്കും കരുത്ത് നേടിക്കൊണ്ട് യുദ്ധത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ബൗദ്ധികമായ കുറവുകൾ അവർക്കൊരു കുറവായില്ല എന്നുള്ളതാണ്. മഹാനരായ ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുപ്പാപ്പ തഫ്സീർ അൽ ബഹറുൽ മദീദ് എന്ന തൻ്റെ തഫ്സീർ ഗ്രന്ഥത്തിൽ ഇതിന് വിശദീകരണം നൽകുന്നത് ഇപ്രകാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെയും അനുഗ്രഹങ്ങൾ അല്ലാഹു ചേർത്തി വച്ചിരിക്കുന്നത്, ഒളിപ്പിച്ച് വച്ചിരിക്കുന്നത്, രഹസ്യമാക്കി വച്ചിരിക്കുന്നത് അതിൻ്റെ വിരുദ്ധ സ്വഭാവത്തിലാണ്. ജഅലല്ലാഹു സുബ്ഹാനഹു വ തആല അൽ അയാഅ കാമിനതൻ ഫീ അൽദാദിഹാ ഫമൻ അറാദൽ ഇസ്സ, ആരെങ്കിലും പ്രതാപത്തെയും വന്നസ്ര സഹായത്തെയും ആഗ്രഹിക്കുന്നുവെങ്കിൽ, വലിയ പ്രതാപത്തിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവൻ, എല്ലാവിധത്തിലും അല്ലാഹുവിൽ നിന്നുള്ള സഹായം എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നവൻ, ഫല്യതഹഖഖ് ബിദ്ദുല്ലി വൽ മസ്കനതി, വളരെ താഴ്മ കൊണ്ടും നിസ്സാരത കൊണ്ടും ദാരിദ്ര്യം പ്രകടിപ്പിച്ചും അവൻ അവൻ്റെ ഗുണത്തെ ബോധ്യപ്പെടുത്തട്ടെ. അവൻ താഴുമ്പോൾ അവൻക്ക് ഉയർച്ചയാണ് ലഭിക്കുന്നത്. ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് അവൻ മാറുമ്പോൾ എല്ലാമുള്ള ഒരു സഹായത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറും. അങ്ങനെയാണ് ബദറിൽ സംഭവിച്ചത്. വമൻ അറാദൽ ഗിന, ആരെങ്കിലും സമ്പന്നത ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫല്യതഹഖഖ് ബിൽ ഫഖരി, ദാരിദ്ര്യം അവൻ ഉറപ്പുവരുത്തട്ടെ. വമൻ അറാദൽ റിഫഅത, ഉയർച്ചയെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫല്യതഹഖഖ് ബിൽ ലഗതി വ ഇസ്ഖാത്തിൽ മൻസിലതി,
ജനങ്ങൾക്കിടയിലുള്ള സ്ഥാനത്തെ ഇടിക്കുകയും കുറക്കുകയും വളരെ താഴ്ന്ന തലത്തിൽ ജീവിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വമൻ അറാദൽ ഖുവത, ആരെങ്കിലും അല്ലാഹുവിൻ്റെ മുന്നിൽ ശക്തി വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫലിയതഹഖഖ് ബിൽളുഅഫി, അവൻ്റെ ബലഹീനതയെ അവൻ്റെ ഗുണങ്ങളിൽ കൊണ്ടുവരട്ടെ. അല്ലാഹുവിൻ്റെ മുമ്പിൽ താൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന ഒരു ജീവിതം അത് യാഥാർത്ഥ്യമാക്കുകയാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള, അതിന് നേരെ വിരുദ്ധമായിട്ടുള്ള ഖുവത്താണ് അവന് ലഭിക്കുക. തഹഖഖ് ബി ഔസാഫിക യമുദ്ദുക ബി ഔസാഫിഹി. മഹാന്മാര് പറയുന്നു, മനുഷ്യൻ അവൻ്റെതായ ഗുണങ്ങൾ, മനുഷ്യൻ നിസാരനാണ്, മനുഷ്യന് ദാരിദ്ര്യത്തിലാണ്, ഒന്നുമില്ലാത്തവനാണ്, ഒന്നിനും കഴിയാത്തവനാണ് എന്ന മനുഷ്യൻ്റെ അടിമയുടെ സ്വഭാവത്തിലേക്ക് അവൻ പൂർണ്ണമായി അതിനെ പുലർത്തി കഴിഞ്ഞാൽ യമദ്ദുക ബി ഔസാഫിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ വസ്ഫുകളാകുന്ന ഖുവത്തിനെയും ഗനിയായ അല്ലാഹു ഗിനയെയും റാഫിആയ അല്ലാഹു റിഫഅത്തിനെയും ഒക്കെ തരുന്നതാണ് എന്ന പാഠമാണ് യഥാർത്ഥത്തിൽ ബദർ യുദ്ധം നമ്മെ പഠിപ്പിക്കുന്നത്. ഫത്തഖുല്ലാഹ, അതുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കണം. യാ മഅശറൽ മുരീദീൻ, അല്ലാഹുവിനെ ലക്ഷ്യം വെച്ച മുരീദന്മാരെ, വത്ലുബുൽ അശിയാ ഫീ അൽദാദിഹാ, വസ്തുതകളെ അതിൻ്റെ വൈരുദ്ധ്യങ്ങളിൽ നിങ്ങൾ അന്വേഷിക്കുക. ലിതൽഫറു ബിഹാ, എങ്കിൽ ആ ഗുണങ്ങളെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ, നേടിയെടുക്കാൻ കഴിയുന്നതാണ്. വഷ്കുറുല്ലാഹ അലാ മാ ഔലാക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളിൽ സദാസമയം ശുക്ർ പാലിച്ചാൽ യസിദുക്കും മിൻ ഫദ്ലിഹി വ നവാലിഹി, അവൻ്റെ ഔദാര്യവും അവൻ്റെ ഓശാരവും അവൻ വർദ്ധിപ്പിച്ചു തരുന്നതാണ് എന്ന മഹത്തായ സന്ദേശമാണ് ബദർ നമുക്ക് നൽകുന്നത്. ബദരീങ്ങൾ ശറഫാക്കപ്പെട്ടു. ലോകത്ത് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ, അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ശറഫാക്കപ്പെട്ട മുത്ത് റസൂലുള്ളാന്റെ സഹാബാക്കളിൽ തന്നെ ഏറ്റവും ശറഫാക്കപ്പെട്ട സ്ഥാനം ബദരീങ്ങൾക്കാണ് കൊടുത്തിട്ടുള്ളത്. പല ഘട്ടങ്ങളിലും ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് ചില ഇടർച്ച സംഭവിച്ചപ്പോൾ, തെറ്റ് സംഭവിച്ചപ്പോൾ തിരു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെക്കുറിച്ച് പറഞ്ഞത് ഇന്നഹു ഷഹിദ ബദ്റൻ, ബദറിൽ പങ്കെടുത്ത ആളാണ്, അതുകൊണ്ട് നമ്മളിത് കാര്യമാക്കണ്ടാന്ന്. ഹാത്തിബ് ബിൻ അബീ ബൽതാ എല്ലാവർക്കും അറിയുന്ന ഒരു ചരിത്രമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ ഫതഹ് മക്കയുടെ സംഭവം ഉണ്ടായപ്പോൾ അതിനുവേണ്ടി മക്കയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന സമയത്ത് മക്കയിലുണ്ടായിരുന്ന മഹാനരായ സ്വഹാബി, ബദറിൽ പങ്കെടുത്ത ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സമ്പത്ത് മക്കയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഖുറൈശികളുമായി ചില സാമ്പത്തിക നീക്കുപോക്കുണ്ടായതുകൊണ്ട് അവരോട് ഈ സന്ദേശം ആ ബന്ധം വെച്ചുകൊണ്ട് കൈമാറുകയാണ്. ആ സമയത്ത് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ വിവരം ലഭിച്ചു. മഹാനരായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മാ യുദ്രീക, എന്താണ് നിനക്കറിയാ? ഇന്നഹു ഷഹിദ ബദ്റൻ, ബദറിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് എന്ന്. ലഅല്ലല്ലാഹ ഇത്വല അലാ അഹ്ലി ബദർ, ബദറുകാരുടെ, ബദറിൽ പങ്കെടുത്ത പുണ്യരായ സ്വഹാബാക്കളോട് അവരുടെ നേരെ അല്ലാഹു വെളിപ്പെട്ടുകൊണ്ട് അവരോട് പറഞ്ഞിട്ടുണ്ടാകും,
ഇഅ്മലൂ മാ ശിഅ്തും വഖദ് ഗഫർതു ലക്കും. വേണ്ടതെന്തും ചെയ്തോളി, നിങ്ങൾക്ക് അല്ലാഹ് പുറത്തു തന്നിരിക്കുന്നു, ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹത്തോടെ അടുപ്പത്തോടെ പറഞ്ഞ ഒരു വാചകം. ആ വാചകം പറയാനുള്ള അടുപ്പം കിട്ടിയ ആളുകളാണ് അസ്ഹാബ് ബദർ റളിയല്ലാഹു അൻഹും, ബദറിൽ പങ്കെടുത്ത ആളുകൾ. അതുകൊണ്ട് സഹാബാക്കളുടെ എന്ത് സംഭവങ്ങൾ ഉണ്ടായാലും ആ സംഭവങ്ങളിലൊക്കെ പ്രത്യേകമായ പരിഗണന നൽകിയിരുന്നത് ബദറിൽ പങ്കെടുത്ത ആളുകൾക്കാണ്. ബദറിൽ പങ്കെടുത്ത ആളാണോ, അവിടെ ഒരു പ്രത്യേകമായ പരിഗണനയാണ്. അന്ന് മുതൽ സഹാബാക്കളുടെ ഇടയിൽ മാത്രമല്ല, ഇന്ന് വരെ ലോകക്രമത്തിൽ മുസ്ലിമീങ്ങളൊക്കെ ബദരീങ്ങൾക്ക് ഒന്നാം സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. ആ ബദരീങ്ങളിൽ പെട്ടതാണ് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഉപ്പാപ്പയും ബദരീങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് പിന്നെ ലോകത്ത് ഒന്നാം നമ്പർ ശ്രേഷ്ഠതയിൽ മുന്തി നിൽക്കുന്നവർ ബദരീങ്ങളാണ് എന്ന് നിസ്സംശയം നമ്മൾക്ക് ഉറപ്പിച്ചു പറയാം. അതുകൊണ്ടാണ് ബദരീങ്ങളുടെ പേര് പോലും അനുസ്മരിക്കുന്നത് ഇത്രയേറെ ബഹുമാനത്തോടുകൂടെ മുസ്ലിം ലോകം കണ്ടുവന്നത്. ഇന്നും കേരളത്തിലും ലോകത്തും എല്ലായിടങ്ങളിലും ബദരീങ്ങളുടെ നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ നാമം ഉച്ചരിച്ചു കഴിഞ്ഞാൽ വലിയ മഹത്വമുണ്ട് എന്ന് വിശ്വസിക്കുകയും അത് എല്ലാ പുണ്യകരമായ സ്ഥലങ്ങളിലും ഉച്ചരിക്കുകയും ചെയ്യുന്നത് മശായിഖന്മാരും ആരിഫീങ്ങളും എന്നല്ല, സാധാരണക്കാര് വരെ അത് ഇന്നേ വരെ അനുഷ്ഠിച്ചു വന്നതിൻ്റെ പ്രധാന കാരണം മഹാന്മാരായ ബദരീങ്ങൾക്കുണ്ടായിരുന്ന സ്ഥാനമാണ്. നമ്മൾ മൗലിദ് കിതാബിൽ ബദർ മൗലിദ് ഓതുന്നിടത്ത് പറയാറുണ്ട്, വദക്കറ ശൈഖുദ്ദാറാനി റഹിമഹുല്ലാഹ്. ശൈഖുദ്ദാറാനി റഹിമഹുല്ല പറയുകയാണ്, അന്നഹു സമിഅ മിൻ മശായിഖിൽ ഹദീസ്. ഹദീസിന്റെ മശായിഖന്മാര് പറഞ്ഞത്, അവരിൽ നിന്ന് കേട്ടതാണ്, അന്ന ദുആ, പ്രാർത്ഥന, മുസ്തജാബുൻ, സ്വീകരിക്കപ്പെടുന്നതാണ്, ഇൻദ ദിക്രി അസ്മാഇ അഹ്ലി ബദർ. അഹ്ലു ബദറിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഏതൊരവസരത്തിലും ഏതൊരു പ്രാർത്ഥനയുണ്ടെങ്കിലും ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതാണ്. വഖാല മുജറബുൻ, അത് പരീക്ഷിക്കപ്പെട്ട ഒരു കാര്യമാണ്, പരീക്ഷിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. മഹാന്മാരായ ബദരീങ്ങളുടെ നാമം മൊഴിഞ്ഞുകൊണ്ട് അതിനെ തുടർന്ന് പ്രാർത്ഥന നടത്തിക്കഴിഞ്ഞാൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതാണ് എന്നുള്ളത് മശായിഖന്മാരായ ഹദീസിന്റെ മശായിഖന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത്, വഖാല ഗൈറുഹു, മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ളത്, ആരിഫീങ്ങളായ മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്, അന്ന കസീറം മിനൽ ഔലിയാ, ഔലിയാക്കളിൽ അധിക ഔലിയാക്കൾക്കും ലം തഹ്സുൽ ലഹുൽ വിലായ, അവർക്ക് വിലായത്ത് എന്ന പദവി ലഭിച്ചത് ഇല്ലാ ബിഖിറാഅത്തി അസ്മാഇഹിം വതവസ്സുലി ബിഹിം. മഹാന്മാരായ അസ്ഹാബ് ബദർ റളിയല്ലാഹു അൻഹു അവരുടെ നാമം ഉച്ചരിച്ച് തവസ്സുലാക്കി ജീവിതത്തിൽ ഒരു വിറതാക്കി അനുഷ്ഠിച്ചതുകൊണ്ടാണ് അധിക ഔലിയാക്കൾക്കും ഉന്നതമായ വിലായത്തിൻ്റെ പദവികൾ നേടിയത് എന്ന് പറയുമ്പോൾ, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായ ആളുകളെക്കുറിച്ച് നിങ്ങൾ അംവാത്തൻ, അവർ മരിച്ചവരാണെന്ന് വിചാരിക്കരുത് എന്നാ പറഞ്ഞു. വേറൊരായത്തിൽ അള്ളാഹ് പറഞ്ഞത് അതിൻ്റെ ഗൗരവം ആലോചിച്ച് നോക്കണം. വലാ തഖൂലു, നിങ്ങൾ പറയും ചെയ്യരുത്, മരിച്ചു എന്നും പറയാൻ പാടില്ല. അംവാത്തൻ, മരിച്ചു എന്ന വാക്കന്നെ പറയാൻ പാടില്ല.
അത് പറയരുത് അറിയണത് ഒരു സംഗതി, പക്ഷെ അതിലും കടന്നിട്ടാ പറഞ്ഞത് വലാ തഹ്സബന്ന, വിചാരിക്കന്നെ ചെയ്യരുത് എന്ന്. അപ്പൊ ആലോചിച്ച് നോക്കി, അത് എല്ലാ ശുഹദാക്കൾക്കുള്ള പദവിയാണെങ്കിൽ മഹാന്മാരായ അസ്ഹാബ് ബദർ റളിയല്ലാഹു അൻഹു, മുത്ത് റസൂലുള്ള ഉൾപ്പെടെയുള്ള സഹാബാക്കള്, മുത്ത് റസൂലുള്ള ഉൾപ്പെടെയുള്ള അവർക്കാണ് ബദറിൽ പങ്കെടുത്തവരെന്ന് പറയുന്നത്. അപ്പോ ലോകത്തെ ഏറ്റവും ഉന്നതരായി മാറി അവര്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ ഈ സ്വഹാബാക്കളുടെ അസ്ഹാബ് ബദർ റളിയല്ലാഹു അൻഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ അതിനുള്ള മഹത്വത്തെക്കുറിച്ച് മഹാനരായ ബൂസൂരി ഇമാം, ബുർദ എഴുതിയ ബൂസൂരി ഇമാം ബദരിയത്തുൽ ഹംസിയ എന്ന് പറയുന്ന ബദരീങ്ങളുടെ നാമങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിതയിൽ മഹാനവറുകൾ അതിൻ്റെ മുഖദ്ദിമയിൽ തുടക്കത്തിൽ പറയുന്നുണ്ട്, വനളം തുഹാ ഹിർസല്ലിയസ്ഹുല ഹിഫ്ലുഹാ, മനപ്പാടമാക്കാൻ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കവിത എഴുതിയിട്ടുള്ളത്. മഅഹംലിഹ ലിൽ ഖാരിഇ തല്ലായി, ഓതുന്നവന് അത് കൊണ്ടു നടക്കാനൊക്കെ എളുപ്പമായി, മനപ്പാടമാക്കി കൊണ്ടു നടക്കാൻ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. ലിയകൂന ഫീ ഹിഫ്ളിൽ ഇലാഹി വഹിർസിഹി, അല്ലാഹുവിൻ്റെ സംരക്ഷണത്തിലും കാവലിലും സദാസമയം ആകാനു വേണ്ടി. മിൻ കുല്ലി മാ യുഖ്ശാ മിനൽ ഇദായി, എല്ലാ ബുദ്ധിമുട്ടുകൾ, ഭയപ്പെടുന്ന സകലമാന വിപത്തുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ കാവല് കിട്ടാൻ. മിൻ അദുവിൻ സായിലി, അക്രമകാരിയായ ശത്രുവിൻ്റെ ശത്രുതയിൽ നിന്ന് രക്ഷപ്പെടാൻ. വഇദാ സമാ ഫിൽ ഫുൽകി ശർറു വബായി, വലിയ വിപത്തുകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നേരിടുന്ന ഘട്ടത്തിൽ അതിൽ നിന്ന് കാവല് കിട്ടാൻ. മിൻ ഖഊനിൻ സാരിഖി, കള്ളന്റെ മോഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. വമിനർ റദാ ബിർറദ്മി ഔ ബിലളായി, തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ മറ്റ് മതിലുകളോ വീടുകളോ ഇടിഞ്ഞു വീണുകൊണ്ടുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. പകൽ സമയത്ത് ഇത് ഓതിയാൽ രാവും പകലും പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതാണ്. വയഫൂസ ബിൽ ജാഹിൽ അരീലി വരിഫഅതി ഇൻദൽ മുലൂകി വസൈരിർ റുഅസായി, വലിയ സ്ഥാനമാനങ്ങൾ രാജാക്കന്മാരുടെയും ഉന്നത അധികാരികളുടെയും മുന്നിൽ കിട്ടും. അയ്ലൻ യുയസ്സിറ ലിൽ ഹബാല ഹംലുഹാ ഫീ ഹീനി ഉസ്രിൽ മർഅത്തിൻ നുഫസായി, ഗർഭിണികളായ സ്ത്രീകൾ അവരുടെ പ്രസവം എളുപ്പമാകാൻ. വതറൽ അജായിബ ഇദ് അദംത തിലാവതൻ ഫിഹാ മഅൽ ഇസ്ബാഹി വൽ ഇംസായി, രാവും പകലും വൈകുന്നേരവും അതുപോലെ തന്നെ പകൽ സമയത്തും ഇത് പതിവായി പാരായണം ചെയ്തു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ നിനക്ക് കാണാൻ കഴിയും. പക്ഷേ ലാകിൻ ബിശർത്തിൽ ഇദ്നി മിൻ അർബാബിഹാ, അതിൻ്റെ മുറബ്ബിയായ ആളാരാണോ അവരിൽ നിന്നുള്ള സമ്മതം വേണം എന്നൊരു ഷർത്തുണ്ട്. മാഹുസ്നി ലന്നിൻ
തുഹ്ലബിൽ ഇഅ്താഇ, സൽഭാവനയോടുകൂടെ ഉറച്ച വിശ്വാസത്തോടുകൂടെ ഇത് അതിൻ്റെ അധികാരികളായ മഹാന്മാരായ മുറബ്ബിയായ മശായിഖന്മാരിൽ നിന്നുള്ള സമ്മതവും കൂടി കിട്ടി ആ ഷർത്തോടുകൂടെ ഇത് പതിവാക്കി കഴിഞ്ഞാൽ വലിയ ഔദാര്യങ്ങൾ ചൊരിയപ്പെടുന്നതാണ് എന്ന്. ഹദാല അംരി നുഖ്തതും മിൻ ബഹരിഹാ വഖിസാലുഹാ ജല്ലത് അനിൽ ഇഹ്സാഇ. മഹാന്മാരായ ബദറിൽ പങ്കെടുത്ത സഹാബാക്കൾ റളിയല്ലാഹു അൻഹുമിൻ്റെ വലിയ ശ്രേഷ്ഠത അവരുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും കാര്യങ്ങൾ ഉദ്ദേശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയുന്നതിൽ സമുദ്ര സമാനമായ ഫളായിലുകളിൽ വളരെ ഒരു ചുരുക്കം മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞാൽ തീരാത്തത്ര മഹത്വങ്ങൾ അടങ്ങിയതാണ് മഹാന്മാരായ അസ്ഹാബ് ബദർ റളിയല്ലാഹു അൻഹുമിൻ്റെ മഹത്വങ്ങൾ എന്നാണ് മഹാനരായ ബുർദ എഴുതിയ ബൂസൂരി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് കേരളക്കരയിൽ എന്നല്ല ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിൽ പോയി കഴിഞ്ഞാലും മശായിഖന്മാർ പ്രത്യേകിച്ചും അവരുടെ മുരീദന്മാർക്ക് വെറുതായിട്ട് മഹാന്മാരായ ബദരീങ്ങളുടെ പേര് അവർക്ക് വെറുതായി കൊടുക്കുന്നത് വലിയ മഹത്വങ്ങൾ അടങ്ങിയതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരായ ബദരീങ്ങളുടെ ചരിത്രം സുദീർഘമായ ചരിത്രമാണ്. സൂറത്തുൽ അംഫാൽ എന്ന് പറയുന്ന ഒരു സൂറത്ത് തന്നെയുണ്ട്. ആ സൂറത്തിൽ മുഴുവനായിട്ടും ബദരീങ്ങളുടെ ചരിത്രമാണ് പറയുന്നത്. അതിൻ്റെ ചരിത്രത്തിൻ്റെ എന്തുകൊണ്ടാണ് യുദ്ധമുണ്ടായത്, യുദ്ധം എങ്ങനെയാണ് സംഭവിച്ചത്, അവിടെ എത്ര ആൾ ഷഹീദായി എന്നുള്ളതൊക്കെ നമുക്ക് പൊതുവെ അറിയുന്ന കാര്യമാണെങ്കിലും നമ്മളെ ബന്ധിക്കുന്ന വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. വലഖദ് നസറക്കുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ പങ്കെടുത്ത ആളുകളെ സഹായിച്ചു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വഅൻതും അദില്ലാ, നിങ്ങൾ വളരെ നിസാരന്മാരായിരുന്ന ഒരു ഘട്ടത്തിൽ സാമ്പത്തികമായും ഭൗതിക വിഭവങ്ങളെ കൊണ്ടും ഒന്നുമില്ലാത്ത ഒരു സമയത്ത് എല്ലാം നൽകിക്കൊണ്ട് മലക്കുകളെ ഇറക്കി, കൂട്ടം കൂട്ടമായി മലക്കുകളെ ഇറക്കിക്കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായം ചെയ്തു കൊടുത്തു. ആയുധങ്ങളുണ്ടായിരുന്നില്ല, വാഹനങ്ങളുണ്ടായിരുന്നില്ല, ഭക്ഷണമുണ്ടായിരുന്നില്ല, എല്ലാവരും നോമ്പുകാരായിരുന്നു. വാളുകൊണ്ട് യുദ്ധം ചെയ്ത അതേ സമയത്ത് ശരീരത്തിനോടും യുദ്ധം ചെയ്ത യുദ്ധമായിരുന്നു ബദർ യുദ്ധം എന്ന് പറയുന്നത്. വാളുകൊണ്ടുള്ള യുദ്ധം അത് അൽ ജിഹാദുൽ അസ്ഗർ എന്നാണ് പറയുന്നത്, ചെറിയ ജിഹാദാണ്. എന്നാൽ ശരീരത്തോട് ചെയ്യുന്ന ജിഹാദാണ് അൽ ജിഹാദുൽ അക്ബർ, വലിയ ജിഹാദ് എന്ന് പറയുന്നത്. ഈ രണ്ട് ജിഹാദും ഒന്നിച്ചു ചേർന്ന ഒരു യുദ്ധമാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനോട് സഹായം ചോദിച്ചു, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ സഹായം ചോദിച്ചപ്പോ ഫസ്തജാബലക്കും, അല്ലാഹു എന്താക്കി, സഹായം നൽകി. എങ്ങനെ സഹായം നൽകിയത്? അന്നീ മുമിദ്ദുകും ബി അൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, 1000 മലക്കുകളെ ഇറക്കിയിട്ട്, മലക്കുകളെ ഘട്ടം ഘട്ടമായി 1000 5000 അങ്ങനെ മലക്കുകളെ ഇറക്കി കൊടുത്തിട്ട് ഭൗതികമായി ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിലും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹായങ്ങളും അള്ളാഹു ഇറക്കിക്കൊടുത്ത് അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ ബദർ യുദ്ധം ഇത്ര നിർണായകമായത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളലിയിപ്പിക്കുന്ന
ഒരു പ്രാർത്ഥനയുണ്ട്. അന്നഹു നളറ ഇലൽ മുശ്രിക്കീന. ബദറിൽ വന്നപ്പോൾ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ മുശ്രിക്കീങ്ങളിലേക്ക് നോക്കി. വഹും അൽഫുൻ, അവർ ആയിരക്കണക്കിന് ആളുകളുണ്ട്, 1000 ആളുകളുണ്ട്. വൈലാ സഹാബിഹി, തൻ്റെ അനുയായികളിലേക്ക് നോക്കി. വഹും സലാസുമിയത്തിൻ, വളരെ ചുരുക്കം 313 ആളുകൾ മാത്രമാണ്. ഫസ്തഖ്ബലൽ ഖിബ്ലത, സമയത്ത് ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് വമദ്ദ യദൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരു കരവും നീട്ടിയിട്ട് അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅദ്തനീ, റബ്ബേ എന്നോട് കരാറ് ചെയ്തത് നീ പൂർത്തിയാക്കി തരണേ. വിജയം തരുമെന്ന് നീ പറഞ്ഞല്ലോ, അത് നീ എനിക്ക് പൂർത്തിയാക്കി തരണേ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ ലൻ തുഅബദ് ഫിൽ അർളി, ഈ ഒരു ചെറിയ ന്യൂനപക്ഷം വരുന്ന 313 ആളുകൾ, ഈ സംഘത്തെ ഇവിടെ തകർക്കപ്പെടുകയാണെങ്കിൽ, നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ, ലൻ തുഅബദ ഫിൽ അർളി അബദ, ഭൂമിയിൽ പിന്നെ ആരാധന തന്നെ നടക്കൂല എന്നാ പറഞ്ഞത്. അത്ര നിർണായകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു വിജയം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പ്രാർത്ഥന ബോധിപ്പിക്കുന്നത് ആ യുദ്ധത്തിൻ്റെ നിർണായകമായ സംഭവമായിരുന്നു. അത്രയേറെ വിജയം നിർണയിക്കപ്പെട്ട ഒരു സംഗതി ആയിരിക്കണം. ഇല്ല എങ്കിൽ ഭൂമിയിൽ പിന്നെ ആരാധിക്കാനുള്ള ഒരു സംഘം തന്നെ ഇല്ലാതായി പോകും. അപ്പോൾ ദീനിൻ്റെ നിലനിൽപ്പിൻ്റെ അടിത്തറക്ക് പാകണമെങ്കിൽ, നിലനിൽപ്പ് തുടരണമെങ്കിൽ ഈ സംഘം ഇവിടെ വിജയിച്ചേ മതിയാകൂ എന്നാണ് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പാൻ്റെ പ്രാർത്ഥന നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അത്രയേറെ നിർണായകമായിരുന്നു. അതുകൊണ്ടാണ് ദീനിൻ്റെ എല്ലാമായി സഹാബാക്കൾ മാറിയത്. ബദറിൽ പങ്കെടുത്ത ആളുകൾ ദീനിനെ നിലനിർത്തിയവരാണ്. ദീനിനെ നിലനിർത്തിയ ഘട്ടമായിരുന്നു അത്, ബദർ യുദ്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫമാസാല കദാലിക, അങ്ങനെ കരളുരുകി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഹത്താ സഖത റിദാഉഹു, മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തോളിലുണ്ടായിരുന്ന തട്ടം വീണു. ഫഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ നബി അല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, കഫാക മുനാശദതക റബ്ബക, റബ്ബിനോട് ഇങ്ങനെ ദുആ ചെയ്യുന്നത് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു. ഫൈന്നഹു സയുൻജിസു ലക മാ വഅദക, അത്രയും വളരെ ആഴത്തിലുള്ള കേണപേക്ഷയാണ് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയത്. ഫൈന്നഹു സയുൻജിസു ലക മാ വഅദക, അങ്ങയോട് കരാറ് ചെയ്തതെന്താണോ അത് തീർച്ചയായിട്ടും നടപ്പിലാക്കി തരുന്നതാണ് എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത്രയും നിർണായകമായ ഒരു സംഭവമായിരുന്നു ബദർ യുദ്ധം എന്ന് പറയുന്നത്. അപ്പൊ ദീനിനെ സംബന്ധിച്ചിടത്തോളവും ദീനിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളവും അത്രയേറെ നിർണായകമായതുകൊണ്ടാണ് ലോകത്തിലെ എല്ലാത്തിനേക്കാളും മികച്ചവരായി മഹാന്മാരായ ബദരീങ്ങൾ മാറിയത്. അവരുടെ നാമം ഉച്ചരിച്ചു കഴിഞ്ഞാൽ പോലും ഇത്രയേറെ മഹത്വം കൈവന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, ആ ഒരു മുഹൂർത്തത്തിൽ ലോകത്തെ ഏറ്റവും അഷ്റഫാക്കപ്പെട്ട ഒരു സമയം, അഷ്റഫായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പാപ്പയോട് ഏറ്റവും അഷ്റഫാക്കപ്പെട്ട ആ സമയത്ത്, അത് റമളാൻ മാസത്തിൽ
നോമ്പനുഷ്ഠിച്ചുകൊണ്ട് നടന്ന എല്ലാ മുഹൂർത്തങ്ങളും ഒത്തുചേർന്ന ഒരു യുദ്ധമായതുകൊണ്ടാണ് ഇത്രയേറെ മഹത്വം, മറ്റാർക്കും കിട്ടാത്ത മഹത്വം അവർക്ക് കൈവന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്ക് നമ്മൾക്ക് പോകുന്നതിന് പകരം നമ്മളുടെ മജ്ലിസുകളിലൊക്കെ ബദരിയത്ത് നടക്കുന്നതാണ്. അപ്പോൾ ബദരിയത്തിൻ്റെ മഹത്വത്തെ ബോധിപ്പിക്കുന്ന 1-2 സംഭവങ്ങൾ മൗലിദ് കിതാബിൽ പറയുന്നുണ്ട്. ആ സംഭവം ഒന്ന് പറഞ്ഞു പോകുന്നതായിരിക്കും നന്നാവുക. എന്തുകൊണ്ടാണ് ബദരിയത്ത് മഹാന്മാരായ ബദരീങ്ങളുടെ റളിയല്ലാഹു അൻഹുമിൻ്റെ നാമമുച്ചരിച്ചുകൊണ്ട് മൗലിദുകളും അതുപോലെ തന്നെ ബദറുമാലകളും പാടുന്നത് എന്നുള്ളത്? അതിനെപ്പറ്റി വിശദമായിട്ട് ഉള്ള ചരിത്രങ്ങൾ ബദർ മൗലിദിൽ കാണാൻ കഴിയും. അതിൽപ്പെട്ട ഒരു സംഭവമാണ് മാറവാ ബഅലുഹും അന്നഹു ഖറജ യുരീദുൽ ഹജ്ജ ഇലാ ബൈത്തില്ലാഹിൽ ഹറാം. ഒരാൾ കഅബയിലേക്ക് ഹജ്ജിന് വേണ്ടി പോവുകയാണ്. ഫകതബ അസ്മാ അഹ്ല ബദരിൻ ഫീ ഖിർതാസിൻ. ഒരു കടലാസിൽ ബദരീങ്ങളുടെ പേരുകളൊക്കെ എഴുതി വെച്ചു. വജഅലഹു ഫീ ഉസ്കുഫത്തിൽ ബാബി. വീടിൻ്റെ വാതിൽ പടിക്കൽ അതിൻ്റെ മുകളിൽ അത് വെച്ചു. ഫജാഅത്തിൽ ലുസൂസു. കള്ളന്മാർ വന്നു. ഇലാ ബൈത്തിഹി. വീട്ടിലേക്ക് വന്നു. അദ്ദേഹം ഹജ്ജിന് പോയി, വീട്ടിലാരുമില്ല. ആ സമയത്ത് കള്ളന്മാർ വന്നു. ലിയഖുദു മാ ഫീഹി. കവർച്ച നടത്താൻ. ഫലമ്മാ സഇദു ഇല സത്ഹി. വീട്ടിൻ്റെ മുകൾ ഭാഗത്ത് കയറിയപ്പോൾ സമിഉ. അവർ കേൾക്കുകയാണ്, കള്ളന്മാർ കേൾക്കുകയാണ്. ഹദീസൻ. ആരൊക്കെ സംസാരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആയുധങ്ങൾ തമ്മിൽ കൂട്ടിയുരസുന്നതുമായിട്ടുള്ള ശബ്ദങ്ങൾ കേട്ടു. പേടിച്ച് അവർ പിന്നോട്ടടിച്ചു. വആതവുൽ ലൈലത്ത സാനിയ. 2-ാമത്തെ ദിവസവും 3-ാമത്തെ ദിവസവും അതുപോലെ വന്നു. ഫസമിഉ മിസ്ല ദാലിക. അപ്പോഴും അതുപോലെ തന്നെ കേട്ടു. ഫതഅജ്ജബു. ഒരു അത്ഭുതപ്പെട്ടു പോയി. എന്താണിത് സംഭവിക്കുന്നത്? ആര് കാണുന്നുമില്ല, പക്ഷെ സംസാരം കേൾക്കുന്നുണ്ട്, ആയുധങ്ങൾ കൂട്ടിയുരസുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. ഹത്താ ജാഅ അർ-റജുലു മിനൽ ഹജ്ജി. ആ മനുഷ്യന് ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോൾ ഫജാഅ റഈസുൽ ലുസൂസി. കള്ളൻ്റെ തലവൻ വന്നുകൊണ്ട് ചോദിച്ചു, അള്ളാഹുവിനെ പിടിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഈ വീട്ടിൽ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രൊട്ടക്ഷനായിട്ട് എന്താ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഖാല മാ സനഅതു ഫീ ബൈത്തി ഷൈഅൻ. ഞാൻ എൻ്റെ വീട്ടിലൊന്നും ചെയ്തു വെച്ചിട്ടില്ല. അന്നീ കതബതു ഖൗലഹു തആല വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം എന്നുള്ള ആയത്തിൻ്റെ അവസാന ഭാഗവും വകതബതു അസ്മാ അഹ്ല ബദർ റളിയല്ലാഹു അൻഹും. ബദരീങ്ങളുടെ പേരുമാണ് ഞാൻ എഴുതി വച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രതിഫലനം എന്നോണമാണ് അവർക്ക് ഈ വീട്ടിൽ സംസാരങ്ങളും അതുപോലെ തന്നെ ആയുധങ്ങൾ കൂട്ടിയുരസുന്നതുമായ ശബ്ദം കേൾക്കാനിടയായത്. അങ്ങനെ അവിടെ കള്ളന്മാരെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് മഹത്വങ്ങൾ, മഹാന്മാരായ ബദരീങ്ങളുടെ റളിയല്ലാഹു അൻഹുമിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന മഹത്വങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതായിരുന്നു. മിൻ ഖൗനി സാരിഖിൻ. കള്ളന്മാരുടെ വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. അതുപോലെ മറ്റൊരു സംഭവം വഹുക്കിയാൻ സെയ്ദ് ബിൻ ഉഖൈലിൻ റഹിമഹുല്ലാഹു തആല. സെയ്ദ് ബിൻ ഉഖൈൽ റളിയല്ലാഹു അൻഹു പറയുന്നത് അന്നഹു ഖാല ഇൻഖതഅ ത്വരീഖും ബിഅർളിൽ ഗർബി ഫീ ബഅദി സിനീന. ഒരു വളരെ വിജനമായ മരുഭൂപ്രദേശത്തുകൂടെ പിടിമൃഗങ്ങളും അതുപോലെ കള്ളന്മാരും ഒക്കെ വാഴുന്ന ഒരു സ്ഥലത്തുകൂടെ പോവുകയാണ്. ഫമാ യഖ്തു അഹദുൻ ഇല്ലാ ഹാദിഹി ഇല്ലാ ഹലക. ആ പ്രദേശത്തുകൂടെ ആര് കടന്നു പോവുകയാണെങ്കിലും അവിടെ നാശം സംഭവിക്കും. ഒന്നുകിൽ
ഹിംസ്ര ജന്തുക്കൾ വന്ന് പിടിക്കും, അതല്ലെങ്കിൽ കള്ളന്മാരോ കവർച്ചക്കാരോ വന്നിട്ട് കൊല്ലും. വലൗകാനഫി അദദിൻ കസീരിൻ, എത്ര ആളുണ്ടായിട്ടും കാര്യമില്ല. അങ്ങനെ ഇരിക്കെയാണ് മഹാനരായ സയ്യിദ് ബിൻ ഉഖൈൽ പറയുകയാണ്, ഫബൈനമാ നഹ്നു ജുലൂസും ഫീ ബഅദിൽ അയ്യാമി, ഇരിക്കുന്ന സമയത്ത് ഒരാൾ വരികയാണ്. വമഅഹു തിജാറത്തുൻ അദീമത്തുൻ, കച്ചവട സാമഗ്രികൾ അയാളുടെ കൂടെയുണ്ട്. വലീസ മഅഹു അഹദുൻ ഗൈറു അബ്ദിഹി, അയാളുടെ അടിമയല്ലാതെ വേറെ ആരും കൂടെയില്ല. അങ്ങനെ ഒറ്റപ്പെട്ടുകൊണ്ട് ഈ വളരെ അപകടം പിടിച്ച ആ പ്രദേശത്തുകൂടെ ഒരാൾ രക്ഷപ്പെട്ട് വരുന്നതാണ് കാണുന്നത്. ഒരാളും അയാൾക്ക് കാവലായിട്ടില്ല. ആകെയുള്ളത് അയാളുടെ ഒരു അടിമ മാത്രമാണുള്ളത്. വഹുവ യുഹരിക്കു ശഫതൈഹി, ആ മനുഷ്യന്റെ ഇരു ചുണ്ടുകളും ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കല്ലദീയത്ലു ബഅദ അസ്മാഇൻ, ഏതോ നാമങ്ങൾ ഉച്ചരിക്കുകയാണ് എന്ന് തോന്നും. ഫതലഖൈനാഹു, അയാളെ കണ്ടിട്ട് വഖുൽന, ഞങ്ങളിങ്ങനെ പറയാണ്, ഇന്ന ലിഹാദൽ റജുലി ലശഅനൻ അദീമ, ഈ മനുഷ്യന്റെ ഉള്ളിൽ എന്തോ ഒരു വലിയ അത്ഭുതമുണ്ട്. വനളർനാ ഖൽഫഹു വലം നറ ഗൈറ അബ്ദിഹി, പിന്നിൽ നിന്ന് ഇനി വേറെ സംഘേറ്റ വരുന്നുണ്ടോ നോക്കി, ആരും വരുന്നില്ല. ഫഖാല ലഹു വാലിദി, എൻ്റെ പിതാവ് ചോദിച്ചു, അയാളോട് ചോദിക്കുകയാണ്, സുബ്ഹാനല്ലാഹ് കൈഫ സലിംത ബി തിജാറ വഅൻത വഹദക വഹാദിഹി ത്വരീഖു മഖ്തൂഅ, വർഷങ്ങളായി ഈ പ്രദേശത്തുകൂടെ കടന്നു വരുന്ന ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ഭീതി നിറഞ്ഞ കള്ളന്മാരെ കൊണ്ടും കൊള്ളക്കാരെ കൊണ്ടും പിടിമൃഗങ്ങളെ കൊണ്ടുമൊക്കെ വളരെ ഭീതിപ്പെടുത്തുന്ന ഈ ഒറ്റപ്പെട്ട മരുഭൂമിയിലൂടെ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു വന്നു എന്ന് ചോദിക്കുകയാണ്. ഫഖാല ദഖൽതു ഹാദിഹി ത്വരീഖ, ഈ വഴിയിൽ ഞാൻ പ്രവേശിച്ചത് ബിജയ്ഷിൻ ദഖല ബിഹി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് ഏതൊരു സൈന്യത്തോടു കൂടെയാണോ പ്രവേശിച്ചത്, ആ സൈന്യത്തോടു കൂടെയാണ് ഞാനും ഈ പ്രദേശത്തു കൂടെ കടന്നു വന്നിട്ടുള്ളത്. വലഖിയ ബിഹി അദാഅഹു, ശത്രുക്കളെ നേരിട്ട് സഹായം വിജയം നേടിയ ഏതൊരു സൈന്യമായിരുന്നോ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പാപ്പാന്റെ കൂടെയുണ്ടായിരുന്നത്, അവരോടുകൂടെ ഞാൻ വന്നത്. ഫഖാല ലഹു വാലിദി, അപ്പോൾ ഉപ്പ പിന്നെയും ചോദിച്ചു, അയ്യ ജയ്ഷിൻ അദ്റക്ത മിന സഹാബ, സഹാബാക്കളിൽ ഏത് സൈന്യത്തെയാണ് നിങ്ങൾ കണ്ടത്, കൂട്ടിയത്? ഖാല അദ്റക്തു അഹ്ല ബദരിൻ, ബദർ റളിയല്ലാഹു അൻഹു, വഅദ്ഖൽതുഹും മഈ ഫീ ഹാദിഹി ത്വരീഖിൽ മഖൂഫ, ഈ ഭീതിപ്പെടുത്തുന്ന ഈ പ്രദേശത്ത് ഈ വഴിയോരങ്ങളിലൂടെ ഞാൻ അവരെയും കൂട്ടിയിട്ടാണ് വന്നത്. ഫമാ കുൻതു അഖാഫു ലിസ്സം വലാ സബ്ആ, എനിക്കൊരു മൃഗത്തെയും ഒരു കള്ളനെയും കൊള്ളക്കാരനെയും പേടിയില്ല. ഫഖാല ലഹു വാലിദി, പിതാവ് ചോദിച്ചു, സഅൽതുക ബില്ലാ അൻ തക്ഷിഫ ലി അൻ ഖിസ്സതിക, എങ്ങനെ ഈ ഒരു യഖീനായ ഉറപ്പായ ഒരു വിശ്വാസത്തിലേക്ക് എത്തിച്ചേർന്നു, അതിൻ്റെ ചരിത്രമൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്. ഫഖാല ലഹു യഅലം റഹിമകല്ലാഹ്, അപ്പോൾ ആ മനുഷ്യൻ പറയാണ്, ആ കച്ചവടക്കാരന് തൻ്റെ പൂർവ്വകാല ഒരു ചരിത്രം പറയുകയാണ്. ഇന്നി കുൻതു കബീറ ഖൗമിൽ ഉസൂസിൻ, കവർച്ചക്കാരുടെ കൊള്ളക്കാരുടെ തലവനായിരുന്നു ഞാൻ ഒരു കാലഘട്ടത്തിൽ. നഖ്തഉ ത്വരീഖ വലാ തമുറു ബിനാ ഖാഫിലത്തുൻ ഇല്ലാ നഹബ്നാഹാ, ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന ഏതൊരു കാഫില സംഘത്തെയും ഞങ്ങൾ കൊള്ളയടിക്കുകയും കവർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഘത്തിൻ്റെ തലവനായിരുന്നു. അങ്ങനെ ഒരു രാത്രിയിലാണ് ഈ അത്ഭുതം സംഭവിക്കുന്നത്. എനിക്ക് മാറ്റം സംഭവിക്കാൻ ഇടയായ സംഭവമുണ്ടായത്. ഒരു രാത്രി ഞങ്ങൾ ഇരിക്കുകയാണ്. ഇത് ജാഅത്ത് ജവാസീസുന, ആ സമയത്ത് ഞങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്തിത്തരുന്ന ചാരൻ വന്നിട്ട് പറഞ്ഞു, വഅഖ്ബറൂന
അന്ന ഫുലാനനി താജിർ ഖറജ ബിതിജാറത്തിൻ അളീമ. അതാ നമ്മൾക്കുള്ള കോള് വന്നിട്ടുണ്ട്, കച്ചവട സംഘം വരുന്നുണ്ട്, എല്ലാവരും ഒരുങ്ങി നിന്നോളി കവർച്ചക്ക് വേണ്ടി എന്ന് രഹസ്യം ചോർത്തുന്ന ചാരം വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. വമാ മഅഹു, ആ മനുഷ്യന്റെ കൂടെ ഇല്ലാ 15 റജുലൻ, 15 ആള് മാത്രമേ ഉള്ളൂ. ഫലമ്മാ സമിഅനാ ദാലിക, അങ്ങനെ ഞങ്ങൾ കേട്ടപ്പോ ഞങ്ങൾ പോയി അക്രമം നടത്തി. ഫഖതൽനാ മിൻ അസ്ഹാബിഹി 10 റിജാൽ, ആ മനുഷ്യന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന 10ഓളം ആളുകളെ കൊലപ്പെടുത്തി. സുമ്മാ അഖ്ബല അലൈന താജിറൂ, എന്നിട്ട് ഈ കച്ചവടക്കാരൻ ഞങ്ങളോട് വന്നിട്ട് ഫഖാല യാ ഹൗലായി മാ ഹാജത്തുക്കും, എന്താടോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? കള്ളന്മാരായ ഞങ്ങളോട് ചോദിച്ചു. വമാ തുരീദൂൻ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഫഖുൽന നുരീദു അൻ നഖുദ ഹാദിഹി തിജാറ, ഈ കച്ചവട സംഘത്തിലുള്ള സകലമാന വസ്തുക്കളും ഞങ്ങൾക്ക് വേണം. ഫൻജു ബിമം ബഖിയ മഅക മിൻ അസ്ഹാബിക, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടോ, നിന്റെ കൂടെയുള്ള ബാക്കിയുള്ളവരെ കൊണ്ട് രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു. ഖാല വകൈഫ തഖ്ദിറൂന അലയ്യ, എങ്ങനെ നിനക്ക് സാധിക്കും, എങ്ങനെ നിങ്ങൾക്ക് സാധിക്കും? വമഅ അഹ്ലു ബദ്ർ, ഞങ്ങളെ കൂടെയുള്ളത് അഹ്ലു ബദ്ർ റളിയല്ലാഹു അൻഹും, ബദ്രീങ്ങളാ ഞങ്ങളെ കൂടെ ഉള്ളത്, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് കഴിയാ? നിങ്ങളുടെ കച്ചവട നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് കവർച്ച ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? വഖുൽനാ നഹ്നു ലാ നഅരിഫു അഹ്ല ബദ്ർ, അപ്പൊ കള്ളന്മാരായ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ബദരീങ്ങളെ അറിയില്ല എന്ന്. വഖാല അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ആ കച്ചവടക്കാരൻ സുമ്മാ അഖദ യത്ലൂ ഫീ ബഅദി അസ്മാഇ ലാ നഅരിഫുഹാ, ഏതല്ലോ നമ്മൾ അറിയാത്ത പേരുകൾ അങ്ങനെ ഉച്ചരിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഫാഖദന റുഅബ ഇൻദ തിലാവത്തിയ, അത് ചൊല്ലാൻ തുടങ്ങിയ ആ സമയത്ത് ഞങ്ങളുടെ മനസ്സിൽ ഭീതി പിടികൂടാൻ തുടങ്ങി. വൻഹസംനാ വഖറജത് അലൈനാ റീഹുൻ ശദീദത്തുൻ, ഞങ്ങളൊക്കെ പേടിച്ച് വിരണ്ടോടി, ശക്തമായ കാറ്റ് വീശി. വസമിഅനാ ദക്തകതൻ വഖഅഖഅത സിലാഹി വഷ്തിബാകിർ റിമാഹി റിയാഹി, കുന്തങ്ങൾ കൂട്ടിമുട്ടുന്ന, ആയുധങ്ങൾ കൂട്ടിയുരസുന്ന ശബ്ദങ്ങൾ അവിടെ കേൾക്കാൻ തുടങ്ങി. വഖായിലൻ യഖൂൽ, ആരോ പറയുന്നുണ്ട്, ഇസ്തഖ്ബിലു അഹ്ല ബദരിൻ ബിസബ്രിൻ ജമീൽ, ക്ഷമയോടുകൂടെ ബദറുകാരെ, ബദറിൽ പങ്കെടുത്ത സഹാബാക്കളെ നിങ്ങൾ സ്വീകരിച്ചു, സ്വാഗതം ചെയ്തുകൊള്ളൂ എന്ന് ആരോ പറയുന്നുണ്ട്. ഫനർലർത്തു റിജാലൻ അയ്യ റിജാൽ, അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ എന്ത് മനുഷ്യന്മാരാണ്, ആജാനുബാഹുക്കളായ മനുഷ്യന്മാർ. കാറ്റിനെ മുറിച്ചു കടന്നുകൊണ്ട് കുതിരപ്പുറത്ത് കയറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അവര്. ഫഹ്താതുബിന, അവര് വന്ന് ഞങ്ങളെ വലയം ചെയ്തു. ഫലമ്മാ ആയൻതു ദാലിക, ഇത് കണ്ടപ്പോ ബാദർതു ഇലാ സാഹിബി തിജാറത്ത്, ഈ കച്ചവടക്കാരനോട് പോയിട്ട്, ഈ കൊള്ളക്കാരുടെ തലവനായ ഞാൻ പോയിട്ട് പറയാണ്, ഫഖുൽതു അന ബില്ലാഹി വബിക, അള്ളാഹുവിനെ പിടിച്ച് പറയുകയാണ്, രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ തുബ് ഇലല്ലാഹി മിൻ ഹാദിഹിൽ ഫിആൽ, ഇനി മുതൽ ഈ പണി ചെയ്യരുത് എന്ന വാക്കോടുകൂടെ ആ മനുഷ്യൻ തൗബ ചെയ്യുകയാണ്. ഫതുബ്തു അലാ യദൈഹി, അന്നോടുകൂടെ ഞാൻ തൗബ ചെയ്തു. വഖദ് ഖുതില മിൻ അസ്ഹാബി ബിഇദ്ദതി മൻ ഖുതില മിൻ അസ്ഹാബിഹി, ഈ കച്ചവടക്കാരന്റെ കൂടെ വന്ന ആളുകളിൽ എത്രയാളാണോ മരണപ്പെട്ടത്, വധിക്കപ്പെട്ടത്, അതേ എണ്ണം ആളുകൾ ഇയാളുടെ കൂടെയുള്ള കവർച്ചക്കാരായ കൊള്ളക്കാരായ ആളുകളും വധിക്കപ്പെടുകയുണ്ടായി. സുമ്മന്നീലമ്മാറത്തുൽ ഇൻസിറാഫ, അങ്ങനെ പോകാൻ ഒരുങ്ങിയപ്പോ സഅൽതുഹു അൻ യുഅല്ലിമനി അസ്മാ അഹ്ല ബദർ,
ബദരീങ്ങളുടെ പേര് പഠിപ്പിച്ചു തരാൻ വേണ്ടി കച്ചവടക്കാരനോട് ഞാൻ പറഞ്ഞു. ഫഅല്ലമനീഹാ, എനിക്കത് പഠിപ്പിച്ചു തന്നു. ഫമുദ് അറഫ്തുഹാ, അത് അറിഞ്ഞ അന്ന് മുതൽ ലം അഹ്തജി ഇലാ ഖഫാറത്തി അഹദിൻ മിനൽ ഖൽഖി, സൃഷ്ടികളിൽ ഒരാളുടെയും സംരക്ഷണം എനിക്ക് ആവശ്യം വന്നിട്ടില്ല എന്ന് കള്ളന്റെ തലവനായിട്ടുള്ള ആ തൗബ ചെയ്ത ആ മനുഷ്യൻ പറയാണ്. അന്ന് മുതൽ ഞാൻ ആ ഇസ്മുകളെ പതിവാക്കി തുടങ്ങി. അന്നു മുതൽ എനിക്ക് ഇന്ന് വരെ ഒരാളുടെയും സംരക്ഷണത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ലാ ഫിൽ ബർരി വലാ ബിൽ ബഹരി, കരയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിലും സമുദ്രത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിലും വബിഹാ ജിഅ്തു മിൻ ഹാദിഹി ത്വരീഖ്, ആ ഒരു സൈന്യവും കൂട്ടിയിട്ടാണ് ഈ വഴി നീളെ ഞാൻ വന്നത്. കമാ റഅയ്തനി, നീ കാണുന്നില്ലേ ഞാനിപ്പോൾ രക്ഷപ്പെട്ടു വന്നത് എന്ന് ആ മനുഷ്യൻ, ആ മുമ്പിൽ വന്ന മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ചരിത്രം വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഫകുല്ലു മൻ റആനി മിൻ ലസ്സിൻ ഔ സബ്ഇൻ ഹാദ അൻ ത്വരീഖി ഫലില്ലാഹിൽ ഹംദ്. എന്നെ നേരിടാൻ വേണ്ടിയിട്ട് ഏത് മൃഗം വരികയാണെങ്കിലും ഏത് കള്ളൻ വരികയാണെങ്കിലും അവൻ പേടിച്ച് വഴി തിരിഞ്ഞു പോകുകയാണ് ഉണ്ടാകുക, എൻ്റെ നേരെ അടുക്കുകയില്ല എന്ന് ആ മനുഷ്യന് സംഭവം പറയുകയാണ്. അങ്ങനെയാണ് മഹാന്മാരായ ബദരീങ്ങൾ. ആ ബദരീങ്ങളുടെ മഹത്വം അത്രക്ക് വലുതാണ്. അതുകൊണ്ടാണ് മശായിഖന്മാരായ ആരിഫീങ്ങൾ ബദരീങ്ങളുടെ പേരിനെ ഇത്രയേറെ മുറുകെ പിടിച്ചത്. അതുകൊണ്ട് ആ ബദരിയത്ത് നടക്കുന്ന നമ്മളുടെ മജ്ലിസിൽ നമ്മൾ പങ്കെടുക്കുകയും നമ്മളുടെ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും സകലമാന കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റിയ ഒരു മജ്ലിസാണ് എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞതിലൂടെയൊക്കെ മനസ്സിലാകും. മഹാന്മാരായ ബദരീങ്ങളെ നമുക്ക് വേണം. അവരെ കൊണ്ടാണ് ഈ ദീൻ നിലനിന്നത്. ഖിയാമത്ത് നാൾ വരെ അവരെ കൊണ്ടേ നിലനിൽക്കുകയുള്ളൂ. ആ ബദരീങ്ങളുടെ എല്ലാ ഹക്ക് ബർക്കത്തിലുമായി അവരുടെ തിരുനോട്ടത്തിലായി നമ്മളെ എല്ലാവരെയും ഹക്കിൻ്റെ വഴിയിലായി ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. എല്ലാ ഷർറ് ബലാകളിൽ നിന്ന് അല്ലാഹു നമുക്ക് കാവൽ നൽകുമാറാവട്ടെ. കലിമത്ത് തൗഹീദിൻ്റെ കാമിലായ വഴിയിൽ അടിയുറച്ച് നിൽക്കാനുള്ള കരുത്ത് മഹാന്മാരായ അസ്ഹാബ് ബദറിനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓശാരമായി നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി.